ഇലക്ഷൻ 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 രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് മലപ്പുറം. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള വാശിയും വൈരാഗ്യവും മുമ്പെങ്ങുമില്ലാത്ത വിധം ചൂടുപിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തൂത്തുവാരിയ മലപ്പുറത്ത് സീറ്റുകൾ നിലനിർത്തുകയെന്ന വെല്ലുവിളിയാണ് UDF നേരിടുന്നത്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കരകയറാനുള്ള മരണപ്പോരാട്ടത്തിലാണ് LDF. SNDPയെ കൂട്ടുപിടിച്ചും മുസ്ലിം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയും നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാണ് BJPയുടെ ശ്രമം. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ചെറുപാർട്ടികളും അങ്ങിങ്ങായി ഗോതയിലുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം. നഗരസഭകളുടെ എണ്ണത്തിലും മലപ്പുറം തന്നെയാണ് ഒന്നാമത്. 94 പഞ്ചായത്തുകൾക്ക് പുറമെ 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 12 നഗരസഭകളും ജില്ലയിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം 32 ആണ്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന കൊണ്ടോട്ടി, നെടിയിരുപ്പ്, തിരൂരങ്ങാടി, താനൂർ, വളാഞ്ചേരി, പരപ്പനങ്ങാടി പഞ്ചായത്തുകൾ ഇത്തവണ ഇല്ല. പകരം കൊണ്ടോട്ടി, വളാഞ്ചേരി, തിരൂരങ്ങാടി, താനൂർ, പരപ്പനങ്ങാടി എന്നീ നഗരസഭകൾ വന്നു. നെടിയിരുപ്പ് പഞ്ചായത്തിനെ കൊണ്ടോട്ടി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. UDFിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കക്ഷികൾ തമ്മിലുള്ള പടലപ്പിണക്കം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും നിയന്ത്രിക്കാനാവാത്ത വിധം കൈവിട്ടുപോയി. 24 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് നേർക്കുനേർ പോരാട്ടം. ലീഗുമായിട്ട് ഞങ്ങളല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോമൂഞ്ഞി മാഷി അദ്ദേഹത്തിൻ്റെ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഒരു കാലത്തിലും മുസ്ലിം ലീഗിന് ഒരു നിർണായക വോട്ടോ നിർണായക സ്വാധീനം ഉണ്ടായിട്ടില്ല. 1-2 വാർഡുകളിൽ 10-40 വോട്ട് 1-2 വാർഡുകളിലോ. അതല്ലാതെ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ജയപരാജയങ്ങളെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗ് ജയിച്ച വാർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുന്ന വാർഡുകളാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ വിജയപ്രതീക്ഷയല്ല ഞങ്ങളെ മെയിൻ. ഞങ്ങൾക്ക് നേടാവുന്ന സീറ്റുകൾ ഞങ്ങൾ നേടും. ഞങ്ങളെ മുഖ്യ ശത്രുവായിട്ട് കാണുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. 15 പഞ്ചായത്തുകളിലെ പ്രശ്നങ്ങൾ തീർക്കാനായി മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ UDF നിയോഗിച്ചു. രാവും പകലും ഇരുന്ന് ഉപസമിതി തർക്ക പഞ്ചായത്തുകളിലെ പാർട്ടി ഭാരവാഹികളെ വിളിച്ചിരുത്തി കുറേ ദിവസം ചർച്ച നടത്തി. ഫലമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, തർക്ക പഞ്ചായത്തുകളുടെ എണ്ണം 15-ൽ നിന്ന് 24 ഉയരുകയും ചെയ്തു. കരുവാരക്കുണ്ട്, മൂത്തേടം, കാളികാവ്, ചോക്കാട്, പോരൂർ, മാറാക്കര, എടപ്പറ്റ, ഒഴൂർ, തിരുവാലി, വേങ്ങര, കണ്ണമംഗലം, ആനക്കയം, വെട്ടത്തൂർ, വാഴക്കാട്, പെരുവള്ളൂർ, നന്നമ്പ്ര, തെന്നല, പെരുമണ്ണ, ക്ലാരി, പൊന്മുണ്ടം, ചെറിയമുണ്ടം, മുതുവല്ലൂർ, എടരിക്കോട്, ചീക്കോട്, തേഞ്ഞിപ്പാലം തുടങ്ങിയ പഞ്ചായത്തുകളാണ് UDFന് കീറാമുട്ടി. കൊണ്ടോട്ടി, പരപ്പനങ്ങാടി നഗരസഭകളിലും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലും കോണിയും കൈപ്പത്തിയും നേർക്കുനേരാണ് മത്സരം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മലപ്പുറം തൂത്തുവാരുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് സംശയമേയില്ല. UDF ഈ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും. ഞങ്ങൾ ടാർഗറ്റ് തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കയ്യിൽ ഏതൊക്കെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ ഡിവിഷൻ പഞ്ചായത്തുകളുണ്ടോ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ നിലനിർത്തും. നഷ്ടപ്പെട്ടതുണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് നഷ്ടപ്പെട്ടത്, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. കാരണം ആരോഗ്യകരമായ മത്സരമാണ് 10-22 പഞ്ചായത്തിൽ നടക്കുന്നത്. ആ പഞ്ചായത്തിലുള്ള ബ്ലോക്ക് ഡിവിഷന്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലൊക്കെ തന്നെ ഞങ്ങൾ യോജിച്ചുള്ള മത്സരമാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമെന്നാണ് DCC നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അഥവാ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ വിജയിച്ചു വരിക ലീഗായിരിക്കുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം പോരടിച്ചവർ ഫലം വന്നതിന് ശേഷം എല്ലാം മറന്ന് കൈകൊടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. അതിനായുള്ള അണിയറ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുന്നിടത്തും ഒന്നുകിൽ കോൺഗ്രസ് ജയിച്ചു വരും, അല്ലെങ്കിൽ ലീഗ് ജയിച്ചു വരും. അതല്ലാതെ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരം
ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പലയിടത്തും ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ്. അത് മാത്രമല്ല, വേണമെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷവും ധാരണയുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഇത്തരമൊരു നീക്കത്തിന് തടസ്സം പ്രാദേശിക നേതൃത്വങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ശത്രുവിനെ മിത്രമാക്കുന്ന പരിപാടി വേണ്ടെന്നാണ് താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. പലയിടത്തും കോൺഗ്രസ് CPM-വുമായി കൂട്ടിച്ചേർന്ന് മത്സരിക്കുന്നതിനാൽ ഇത്തരത്തിലൊരു നീക്കം യാഥാർത്ഥ്യമാക്കാൻ നേതാക്കൾ പാടുപെടേണ്ടി വരും. അതൊക്കെ വേണമെങ്കിൽ UDF-ൻ്റെ സംസ്ഥാന നേതൃത്വം ശക്തമായി ഇടപെട്ടാൽ മുമ്പും അത്തരം സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ നടപ്പായില്ലെങ്കിലും UDF സംവിധാനത്തിലേക്ക് വന്ന ചരിത്രം പല പഞ്ചായത്തുകളെ സംബന്ധിച്ചുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ലീഗ് CPM-വുമായി സഹകരിക്കുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. CPM നേതൃത്വം നൽകുന്ന LDF-ന് മലപ്പുറം ചുവപ്പിക്കാൻ പറ്റിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള അടിപിടിയിലാണ് CPM-ൻ്റെയും കണ്ണ്. തക്കം നോക്കി ലീഗ് വിമതരെയും കോൺഗ്രസ് വിമതരെയും പിന്താങ്ങുന്നുമുണ്ട്. നവംബർ 7-ന് വിജയക്കൊടി പാറിക്കാനായാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നത് മുതൽക്കൂട്ടാകും. INL-ന്റെ സഹായത്തോടെ 1995-ൽ അന്നുണ്ടായിരുന്ന 5 നഗരസഭകളിൽ 5ഉം ഭരിച്ച ചരിത്രമുണ്ട് CPM-ന്. ആ കാലത്തേക്ക് തിരിച്ചു പോകാനായില്ലെങ്കിലും അതിനോടടുത്ത പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് LDF നേതാക്കൾ കണക്കുകൂട്ടുന്നു. അക്കാലത്ത് 95 പഞ്ചായത്തുകളിൽ 48 നേടിയത് LDF ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം CPM-ന് ബാലികേറ മലയല്ലെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നത്. ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടം നടത്തുമ്പോൾ നേട്ടം കൊയ്യാമെന്ന് പ്രതീക്ഷിക്കുന്ന CPM-ന് പക്ഷേ പാളയത്തിലെ പട തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. നിലമ്പൂരിൽ CPM വിട്ട ഒരു കൂട്ടം പ്രവർത്തകർ പാർട്ടിക്കെതിരെ മത്സരരംഗത്തുണ്ട്. അരീക്കോട്ടും ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. 8 പഞ്ചായത്തുകളിൽ CPI-യുമായി സഖ്യമില്ല. 2000-ൽ ലീഗുമായി കരാറിൽ ഏർപ്പെട്ട അടവ് നയത്തിന്റെ മറ്റൊരു പതിപ്പാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ദയനീയാവസ്ഥ ഇത്തവണ ഉണ്ടാകില്ലെന്ന് നേതാക്കൾക്ക് ഉറപ്പാണ്. ഒന്ന്, അവർ തമ്മിലടിക്കുമ്പോൾ അതിൻ്റെ നേട്ടം സ്വാഭാവികമായും ഇടതുപക്ഷത്തിനാണ് ഉണ്ടാവുക. ഇവിടെ BJP പൊസിഷനിലില്ലല്ലോ. അവിടെ കോൺഗ്രസിൻ്റെ വൈകല്യം നല്ല നിലയിൽ BJP ഉപയോഗപ്പെടുത്തി. ഇവിടെ അതിൻ്റെ സാധ്യതയില്ലല്ലോ. ഇവിടെ തീർച്ചയായും അവർ തമ്മിലടിക്കുമ്പോൾ അതിൻ്റെ നേട്ടം ഇടതുപക്ഷത്തിന് തന്നെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും. ഈ ജില്ലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? ജില്ലാ പഞ്ചായത്തിൽ 32-ൽ 2, 16 ബ്ലോക്ക് പഞ്ചായത്തിൽ 1 അല്ലെങ്കിൽ 2, 7 മുനിസിപ്പാലിറ്റികളിൽ 1, പഞ്ചായത്തുകൾ 100ഓളം പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 8. ഇതാണ് കഴിഞ്ഞ തവണത്തെ സ്ഥിതി. അവിടെ നിന്നാണ് ഞങ്ങൾ കുതിച്ചുയരാൻ പോകുന്നത്. മുമ്പുണ്ടായിട്ടുണ്ട്. അതാണ് ജില്ലാ കൗൺസിൽ കാലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിനെയും മറികടക്കത്തക്ക രീതിയിൽ ഉജ്ജ്വലമായ തിളക്കമേറിയ വിജയം ഇത്തവണ LDF-നെ കാത്തിരിക്കുന്നു. ഒന്ന് പൊരുതി നിൽക്കാനുള്ള ശക്തി പോലുമില്ല മലപ്പുറത്ത് BJP-ക്ക്. പക്ഷേ കാറ്റ് ഇത്തവണ അനുകൂലമാകുമെന്ന് കരുതുന്ന നേതാക്കളുണ്ട്. മലപ്പുറത്ത് ഇടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇക്കുറി നടത്തുന്നത്. 94 പഞ്ചായത്തുകളിലെ 1778 വാർഡുകളിൽ 1228-ലും മത്സരിക്കുന്നു. 449 മുനിസിപ്പൽ വാർഡുകളിലെ 145-ഇടത്തും മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ 32-ഇടത്തും ഒരു കൈ നോക്കുന്നു. 95% വാർഡുകളിലും താമര തന്നെയാണ് ചിഹ്നം. മലയോര മേഖലയിലെ SNDP-യുടെ സ്വാധീനം ചെറിയ തോതിലെങ്കിലും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഭാരതീയ ജനതാ പാർട്ടി 250 സീറ്റ് വരെ പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യമല്ല. മാത്രമല്ല, ചുരുക്കം ചില പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിലും ഭരണകക്ഷിയും പ്രതിപക്ഷവുമാവാൻ, മുഖ്യ പ്രതിപക്ഷവുമാവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കഴിയുമെന്നുള്ളതാണ് BJP-യുടെ ഒരു വിലയിരുത്തൽ. ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജലീൽ പൊന്മുണ്ടൻ ഡിവിഷനിൽ നിന്നും, ജില്ലാ സെക്രട്ടറിയായ അലി പുത്തനത്താണി ഡിവിഷനിൽ നിന്നും, അതേപോലെ സൂസമ്മ ചോക്കാട് ഡിവിഷനിൽ നിന്നും ജില്ലാ ഡിവിഷനിലേക്ക് 32 സ്ഥാനാർത്ഥികളിൽ 2 മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട വ്യക്തികളും 1 ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട വ്യക്തികളും, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലോക്കൽ ബോഡിയിലെ പഞ്ചായത്തുകളിലേക്കുള്ള 94 പഞ്ചായത്തുകളിലും ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള മലപ്പുറം ജില്ലയിൽ വലിയ നേട്ടം കൊയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് വെൽഫെയർ പാർട്ടിയും SDPIയും INLും PDPയും. ചില പോക്കറ്റുകളിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വെൽഫെയർ പാർട്ടി. നന്നമ്പ്രയിൽ ലീഗിനൊപ്പമാണ് മത്സരിക്കുന്നതെങ്കിൽ പരപ്പനങ്ങാടിയിലെത്തുമ്പോൾ ചങ്ങാത്തം CPMും കോൺഗ്രസുമൊക്കെയായിട്ടാണ്. ഏകദേശം 300-ലധികം വാർഡുകളിൽ വളരെ ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയും. നമ്മൾ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സ്വതന്ത്രരായ ആളുകളെ പിന്തുണക്കുന്ന സ്ഥലങ്ങളുണ്ട്. ജനപക്ഷ രാഷ്ട്രീയം അതുപോലെ തന്നെ പ്രാദേശിക വികസനം, ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി നമ്മളുമായി സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനെ നേരിടുന്നത്. BJP ഒഴികെയുള്ള ആരുമായും കൂടുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇടത് വലത് മുന്നണികൾ പരസ്യമായി ഒരിടത്തു പോലും SDPIയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും തുടക്കത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിന്നീടത് 14ആയി വെട്ടിക്കുറച്ചു. ഇപ്പോൾ 8 മാത്രമാണ് പ്രചരണ രംഗത്തുള്ളത്. ചില മുൻനിര രാഷ്ട്രീയ പാർട്ടികളുമായി രഹസ്യധാരണയിലെത്തിയതാണ് സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റത്തിന് കാരണം. ഞങ്ങൾ അത് മൊത്തം എല്ലാ സീറ്റിലും മത്സരിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല ധാരണകളുടെയും പല ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് സീറ്റിൻ്റെ എണ്ണം കുറച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ സഖ്യങ്ങൾ വിചിത്രമാണ്. പലയിടത്തും സാമ്പാർ മുന്നണിയാണ് നിലവിലുള്ളത്. UDFനും LDFനും കൂടി ഒരു സ്ഥാനാർത്ഥി മാത്രമുള്ള അപൂർവം കാഴ്ചകളും ജില്ലയിൽ കാണാം. CPI സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗും CPM സ്ഥാനാർത്ഥിയെ കോൺഗ്രസും പിന്താങ്ങുന്ന വാർഡുകളുമുണ്ട്. ചില സ്ഥലങ്ങളിൽ 4 ആൾ അറിഞ്ഞു തന്നെ CPM കോൺഗ്രസുമായി കൂട്ടുകൂടി. അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും ഒട്ടും പിന്നിലല്ല. പരപ്പനങ്ങാടി, കൊണ്ടോട്ടി നഗരസഭകളിൽ കോൺഗ്രസ് CPMനൊപ്പമാണ്. മാറാക്കര, കണ്ണമംഗലം, വേങ്ങര, പൊന്മുണ്ടം, ചെറിയമുണ്ടം, വാഴക്കാട് തുടങ്ങി നേർക്കുനേർ മത്സരിക്കുന്ന മിക്കയിടങ്ങളിലും CPMുമായി കോൺഗ്രസ് പരസ്യ സഖ്യത്തിലാണ്. കോൺഗ്രസിൻ്റെ നിലപാട് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചതാണ്. അടുത്ത വർഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസ് പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നിലപാട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ UDF വിട്ടുപോകുന്നുണ്ടല്ലോ, ഞങ്ങളിപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇവിടുത്തെ പരപ്പനങ്ങാടിയിലെ വികസനം മുരടിപ്പ് കാരണം പല ഡിവിഷനുകളിലും എല്ലാ ഡിവിഷനിലും ഒരേപോലെ വികസനം വരാത്തത് കാരണം നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും കൂടിയിരുന്ന് ഒരു വികസന മുന്നണി ഇവിടെ ഉണ്ടായി. ആ വികസന മുന്നണിയുമായി സഹകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പരപ്പനങ്ങാടി കോൺഗ്രസിൻ്റെ വിഭാഗവും അതേപോലെ തന്നെ ജനതാദളുടെ ഒരു വിഭാഗമുണ്ട്, CPIൻ്റെ ഒരു വിഭാഗമുണ്ട്, ഇവരൊക്കെ CMPൻ്റെ ഒരു വിഭാഗമുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു വികസന മുന്നണിയാണ് പരപ്പനങ്ങാടി വികസന മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. ആ മുന്നണിയിൽ ഒരുപാട് വ്യക്തികളുണ്ട്, അങ്ങനെ പല വ്യക്തികളുമുണ്ട്, ലീഗിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ചേർന്നിട്ടാണ് പരപ്പനങ്ങാടി വികസന മുന്നണി രൂപീകരിച്ചത്. ആ വികസന മുന്നണിയുമായിട്ടാണ് LDFന് ധാരണ. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പോരൂർ, ചോക്കാട് എന്നീ പഞ്ചായത്തുകളിൽ ലീഗും CPMും പരസ്പരം സഹായിക്കുന്നുണ്ട്. പൊന്മുണ്ടത്തെത്തിയാൽ ഔദ്യോഗിക കോൺഗ്രസും വിമത കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന കാഴ്ചയും കാണാം. പൊന്നാനി, കോട്ടയ്ക്കൽ, താനൂർ നഗരസഭകളിലാണ് BJPയെ തടുക്കാൻ ഇടതും വലതും കൂടി കൈകോർത്തത്. വിചിത്ര സഖ്യമുള്ളിടത്തൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത്. ഞങ്ങൾ ഒരു മുന്നണിയുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടികളുമായിട്ടോ നമ്മൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. അത് ജില്ലയിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഈ സഖ്യമില്ലാത്ത പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിക്കും. ഇനി 2010 കണക്കുകളൊന്നും നോക്കാം. ആകെയുള്ള 100 പഞ്ചായത്തുകളിൽ 92 ഭരിച്ചത് UDF ആണ്. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14ലും ലീഗും കോൺഗ്രസും തന്നെ. 32 അംഗ ജില്ലാ പഞ്ചായത്തിൽ 2 പേരെ വിജയിപ്പിക്കാൻ മാത്രമാണ് LDFനായത്. മലപ്പുറത്ത് LDF എന്നാൽ CPMും UDF എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ്. 92ൽ 72 പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത് കോണി ചിഹ്നത്തിൽ വിജയിച്ച മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് LDF അധികാരത്തിലെത്തിയത്. പെരിന്തൽമണ്ണ നഗരസഭ ഒഴികെയുള്ള 6 നഗരസഭകളും ഭരിക്കുന്നത് UDF ആണ്. ഇതിൽ നിലമ്പൂർ മാത്രമാണ് കോൺഗ്രസിനൊപ്പം. ജില്ലാ പഞ്ചായത്തിലെ ചങ്ങരംകുളം, തൃക്കലങ്ങോട് ഡിവിഷനുകളിൽ ഒഴികെയുള്ള 30 ഇടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ്. 20 മുസ്ലിം ലീഗിനും 10 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയിൽ തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. 300 പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ജില്ലയിൽ.
ഞാനേ പറയേണ്ട ആവശ്യമില്ല, പലതവണ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വോട്ടുകൾ എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ ചെയ്ത് എന്നെ വിജയിപ്പിക്കാം. ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളതും മലപ്പുറത്താണ്. 8693 പേർ. ഇതിൽ 4152 പേരും വനിതകളാണ്. 32 അംഗ ജില്ലാ പഞ്ചായത്തിലേക്ക് 151 പേർ മത്സരിക്കുന്നു. 12 നഗരസഭകളിലേക്ക് 1529 പേരും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 801 പേരും, പഞ്ചായത്തിലേക്ക് 6212 പേരും പോരാട്ടത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടാം ഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന ജനുവരി 5-ാം തീയതിയാണല്ലോ, നവംബർ. അപ്പോൾ അതിനുള്ള സ്ഥാനാർത്ഥി പട്ടികകളൊക്കെ ആയിക്കഴിഞ്ഞു. അതിനുള്ള നമ്മളെ ബാലറ്റ് പേപ്പർ പ്രിൻറ്റിങ്, പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു. കേരളത്തിൽ ഇത്രയും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ജില്ല വേറെയില്ല. അതുപോലെ തന്നെ 2512ഓളം വാർഡുകൾ. അപ്പോൾ അതിനകത്ത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമം, അതുപോലെ തന്നെ 12 മുനിസിപ്പാലിറ്റികൾ വരുന്ന വാർഡുകളെല്ലാം കൂടി ചേർത്ത് 2512 അത് വരുന്നുണ്ട്. മൊത്തം 3911 ബൂത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇലക്ഷന് പങ്കെടുക്കേണ്ട പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകൾ ഒരു 300ഓളം ബൂത്തുകളെ കണക്കൊക്കെ SP തന്നിട്ടുണ്ടെങ്കിലും അത്രയും ബൂത്തുകളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. നമ്മളങ്ങനെ ഒരു ബാഡ് ട്രാക്കുള്ള ഒരു ജില്ലയൊന്നുമല്ല. ആ നിലയ്ക്ക് ജില്ലാ ഭരണകൂടം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ബൂത്ത് പിടുത്തോ അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യമുള്ള ബൂത്തുകളൊന്നും കേരളത്തിലും ഇല്ല, പിന്നെ പ്രത്യേകിച്ച് മലപ്പുറത്തും ഇല്ല. അതുകൊണ്ട് അത്രയും പോലീസുകാരെ കിട്ടാനില്ല. ആവശ്യമുള്ള പോലീസിനെ ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പുറമെ ജനകീയ സമരങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഗെയിൽ വിരുദ്ധ സമരം, കരിപ്പൂർ വിമാനത്താവളത്തിന്റെയും നാഷണൽ ഹൈവേയുടെയും സ്ഥലമേറ്റെടുപ്പ് എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇതിൻ്റെ എല്ലാം ഉത്തരവാദികളാരാ? ഭരണകക്ഷി. ആ ഭരണകക്ഷിക്ക് സ്ഥലം വിട്ടുകൊടുക്കേണ്ട ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നല്ലോ. ആ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അർഹമായ കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? നാഷണൽ ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കേണ്ടതില്ല, 30 മീറ്റർ തന്നെ ധാരാളം. അവിടെ 45 മീറ്റർ വേണമെന്ന് കൂടിയിരുന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് 30 മീറ്റർ മതി എന്ന് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാരാ? അഹമ്മദാണ്, ലീഗ് മന്ത്രിമാരാണ്. അവരല്ലേ ഉത്തരവാദികൾ. അത് കാരണം ജനങ്ങളത് വിശ്വസിച്ചു. അതുകൊണ്ട് അവർ വിട്ടുകൊടുക്കാൻ തടസ്സം നിന്നു. അല്ലെങ്കിൽ എന്നേ വിട്ടുവാങ്ങാം. നിങ്ങൾ നോക്ക്, അലിഗഡിന് സ്ഥലം എത്ര എളുപ്പത്തിൽ സമ്പാദിക്കാൻ സാധിച്ചു. പെരിന്തൽമണ്ണയിൽ ഒരു ബൈക്ക് പാസിന് എത്ര എളുപ്പത്തിൽ സ്ഥലം നേടിയെടുക്കാൻ സാധിച്ചു. അപ്രോച്ചിൻ്റെതാണ് പ്രശ്നം, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെയാണ് പ്രശ്നം. അവർക്ക് അർഹമായത് കൊടുക്കാൻ മനസ്സ് വേണം, അതാണ് പ്രശ്നം. അതില്ലാത്തതാണ് ഈ എല്ലാ ദുരവസ്ഥയ്ക്കും ഇടയാക്കിയത് കാരണം. അപ്പോൾ ഇതും അത് തന്നെയല്ലേ കരിപ്പൂരിൻ്റെയും. വേണ്ടതില്ല 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 എന്നുള്ള രീതിയിൽ ആളെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നിൽക്കും. എന്നിട്ടോ ഉള്ള വികസന സാധ്യത തകർക്കും. തീരെ നടക്കില്ല എന്നാകുമ്പോൾ പുതിയ വേഷം കെട്ടി പുതിയ വ്യാഖ്യാനവുമായിട്ട് രംഗത്ത് വരും. ഇത് ഒരുതരം നയപരമായ വഞ്ചനയല്ലേ, കാപട്യമല്ലേ? അതിൻ്റെ ഫലമാണിത്. അല്ലെങ്കിൽ തീർച്ചയായും ബോധ്യപ്പെടുത്താൻ കഴിയും, അനുകൂലമായ മനസ്സ് ഉണ്ടാക്കാൻ കഴിയും, സ്ഥലം വിട്ടുവാങ്ങാൻ കഴിയും. അവർക്ക് അർഹമായ കൊടുക്കണം, ന്യായമായ പ്രതിഫലം കൊടുക്കണം. മുസ്ലിം ലീഗിന് വലിയ തകർച്ച ഉണ്ടാവില്ലെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പച്ചപ്പ് അതേപടി നിലനിർത്താനാവില്ല. CPM-മായി സഹകരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ കാര്യം പ്രതിരോധത്തിലാണ്. UDF-ലെ പ്രശ്നങ്ങളുടെ വ്യാപ്തി കൃത്യമായി തിരിച്ചറിയാത്തത് CPM-ന് നഷ്ടമാണ് താനും. BJP-യും ന്യൂനപക്ഷ പാർട്ടികളും എത്രത്തോളം നേട്ടം കൊയ്യുമെന്നറിയാൻ നവംബർ 7 വരെ കാത്തിരിക്കേണ്ടി വരും. Election.